ഒരു വീഡിയോ ഇട്ടപ്പോഴേ കുറെ പേര് എൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് കമന്റ് ചെയ്തിരുന്നു. ആൻഡ് വേറൊരാള് കല്യാണം ആയല്ലേ എന്ന് ചോദിച്ചിരുന്നു. യെസ് ഗൈസ്, ഐ എം ഗെറ്റിംഗ് മാരീഡ് ലൈക്ക് ഇൻ ഫ്യൂ ഡേയ്സ്. ഇത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബാംഗ്ലൂർ പോയപ്പോഴേക്കും സർപ്രൈസ് ആയിട്ടൊരു ബ്രൈഡൽ ഷവർ എന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പു അഥീന എന്തോ വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് മുങ്ങിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് ചെന്നപ്പോഴും ഇങ്ങനെ ഡെക്കോറൊക്കെ ചെയ്തിരിക്കുന്നു. ഡെക്കറേറ്റ് ചെയ്യാനൊക്കെയാണ് നേരത്തെ പോകുന്നത് എൻ്റെ അടുത്ത് വർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട്. എന്തെങ്കിലുമൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. കാരണം നമ്മൾ ബാംഗ്ലൂർ പോകുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് ആണ് അവർ തന്നത്. സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ചുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണൻ ആക്ച്വലി ബാംഗ്ലൂർ വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവൻ മുറിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു. കല്യാണത്തിന്റെ സമയത്തായിരിക്കും അവരെല്ലാവരും നാട്ടിലേക്ക് വരുന്നത്. അപ്പം ഇടയിൽ ഞങ്ങൾ ആരും മീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അവർ ഓഗസ്റ്റിൽ തന്നെ എനിക്ക് ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തത്. എൻ്റെ ഔട്ട്ഫിറ്റ് പോലും അവരുടെ പ്ലാനിങ്ങിന് ഒരു ഭാഗമായിരുന്നുള്ള ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്ത് തരുന്നു എന്നതിനെക്കാട്ടും കൂടുതൽ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി അവരിട്ട എഫേർട്ടും ടൈമും അതൊക്കെയാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ലക്കി ടു ഹാവ് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളമായിരിക്കും. അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ ബഹളമൊക്കെ കുറച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇതെനിക്ക് അവരെന്ന ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ലേറ്റ് ആയിട്ടാണ് കിടന്നത്.